എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തുളസി തീർത്ഥം കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈശാഖ മാസം അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ഈ ഒരു നിമിഷം ഭഗവാൻ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം പോലെ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ വരുന്ന മെയ് 14 വ്യാഴാഴ്ച അത് വെറും ഒരു ദിവസമല്ല, വൈശാഖ മാസത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, കുബേര പ്രദോഷമാണെന്ന്. സാധാരണ ഏതൊരു പ്രദോഷ വ്രതത്തിനെക്കാട്ടിലും ഇരട്ടി ഫലം തരുന്ന അത്യപൂർവ കുബേര പ്രദോഷമാണിത്. ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത കടബാധ്യതകൾ കൊണ്ട് നിങ്ങൾ വീർപ്പുമുട്ടുകയാണോ? എത്ര സമ്പാദിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ലേ? എങ്കിൽ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട അമ്മമാരോടും സഹോദരങ്ങളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എത്രയോ കഷ്ടപ്പെടുന്നുണ്ട് ജീവിതത്തിൽ, അല്ലേ? പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ അധ്വാനത്തിനും അപ്പുറം ഒരു ദൈവിക ചൈതന്യം കൂടി നമുക്ക് അത്യാവശ്യമാണ്. വൈശാഖ മാസം അവസാനിക്കുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭഗവാൻ മഹാദേവൻ നമുക്ക് തരുന്ന ഒരു അവസാന അവസരമായിട്ട് ഈ കുബേര പ്രദോഷത്തെ നമ്മൾക്ക് കാണാവുന്നതാണ്. കൈലാസത്തിലെ ആ ആനന്ദ നടനത്തിനിടയിൽ ഭഗവാന്റെ ഒരു തൃക്കണ്ണ് നിങ്ങളുടെ കുടുംബത്തിന് മേൽ പതിഞ്ഞാൽ തീരാത്ത ദാരിദ്ര്യമുണ്ടോ? മാറാത്ത ദുഃഖങ്ങളുണ്ടോ? ഈ വ്യാഴാഴ്ച മനസ്സുരുകി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും മഹാദേവൻ കേൾക്കും. അതും വ്യാഴാഴ്ച കൂടി ചേർന്ന് വരുന്ന ഈ കുബേര പ്രദോഷം സർവ്വ ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഏതൊരു കാര്യം ആഗ്രഹിച്ച് മനസ്സറിഞ്ഞ് മഹാദേവനെ ഒന്ന് വിളിച്ചോളൂ. ക്ഷിപ്രപ്രസാദിയല്ല നമ്മുടെ മഹാദേവനെങ്കിലും ഈ ഒരു ദിവസത്തെ നിങ്ങളുടെ മനമുരുകിയുള്ള വിളി തൽക്ഷണം കേട്ടിരിക്കും ഭഗവാൻ. കനിഞ്ഞിരിക്കും. മനസ്സിലെ ആ ഒരു ആഗ്രഹം നിവർത്തിച്ച് തന്നിരിക്കും. അത് ഏതൊരു കഠിനമായ സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു എങ്കിൽ കൂടിയും ഭഗവാന്റെ കയ്യിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം, മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഭഗവാൻ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ദിവസവും കൂടിയാണിത്. നമുക്കറിയാം, മാസത്തിലെ 2 പ്രദോഷ വ്രതങ്ങളുണ്ട്. ശുക്ലപക്ഷ പ്രദോഷവും കൃഷ്ണപക്ഷ പ്രദോഷവും. ഇതിൽ കൃഷ്ണപക്ഷ പ്രദോഷം കൂടുതൽ ശ്രേഷ്ഠകരമാണ്. ഈ വ്യാഴാഴ്ച വരുന്ന കുബേര പ്രദോഷം കൃഷ്ണപക്ഷ പ്രദോഷമാണ്. അത്യധികം ഇരട്ടി ഫലം തരുന്ന ഒരു പ്രദോഷ വ്രതമാണ്. പ്രത്യേകിച്ചും ഈ വൈശാഖ മാസത്തിന്റെ ഒരു പൂർണ്ണതയിൽ പുണ്യതയിൽ നമ്മൾ നിൽക്കുന്ന സമയവും കൂടി ആയതുകൊണ്ട് പ്രദോഷ സന്ധ്യാസമയത്ത് കൈലാസത്തിൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന ആ ഒരു വേളയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്യധികം സന്തോഷവതിയായ പാർവതി ദേവിയുടെയും മഹാദേവന്റെയും സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. സൂര്യ അസ്തമയവുമായി ബന്ധപ്പെട്ട മുഹൂർത്തത്തിലാണ് പ്രദോഷം വരുന്നത്. അതിനാൽ ഈ വ്രതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. അതിവിശിഷ്ടമായ ഈ കുബേര പ്രദോഷം നമ്മൾക്ക് എങ്ങനെ ആചരിക്കാം? സർവ്വ വിഘ്നങ്ങളും അകന്ന് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെയും നടക്കാൻ ഈ പ്രദോഷ വ്രതം നമുക്ക് എങ്ങനെ എടുക്കാം? എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം? ഇതെല്ലാം ഒന്ന് നോക്കി വരാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ പറ്റും പോലെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ഷോർട്സും ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ആകാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആയാൽ അത്രയും സന്തോഷം. നമുക്ക് ഒരു നിമിഷം ആ പുണ്യമായ കൈലാസത്തെ മനസ്സിൽ ധ്യാനിക്കാം. പ്രദോഷ സന്ധ്യയിൽ കൈലാസത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങനെ ത്രയോദശി നാളിലെ പ്രദോഷ സന്ധ്യയിൽ കൈലാസത്തിൽ ശ്രീ മഹാദേവൻ ആനത്തോലുടുത്ത് ശ്രീ പാർവതി ദേവിയെ രത്നപീഠത്തിലിരുത്തി ദേവിയുടെ മുൻപിൽ ആനന്ദ നടനമാടുന്നു. ഈ വേളയിൽ നൃത്തത്തിന് മോടി കൂട്ടാൻ സരസ്വതി ദേവി വീണ വായിക്കും, ബ്രഹ്മദേവൻ താളം പിടിക്കും, ദേവേന്ദ്രൻ പുല്ലാങ്കുഴൽ വായിക്കും, സാക്ഷാൽ മഹാവിഷ്ണു മൃദംഗം വായിക്കുന്നു, മഹാലക്ഷ്മി ഗീതം ആലപിക്കും, ഗന്ധർവ യക്ഷ കിന്നരന്മാർ അപ്സരസുകൾ എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു, നൃത്തം ചെയ്യുന്നു. സകല ദേവന്മാരും സന്നിഹിതരാവുന്ന പ്രദോഷവ്രതം നോച്ചാൽ എല്ലാ ദേവീദേവന്മാരും ഒന്നിച്ച് പ്രസാദിക്കുമെന്ന മഹാത്മ്യം കൂടി ഈ പ്രദോഷവ്രതത്തിനുണ്ട്. സർവ്വദേവതകളും ഗന്ധർവന്മാരും ആ ദൃശ്യം കാണാൻ കൈലാസത്തിൽ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രദോഷ സന്ധ്യയിൽ നാം മഹാദേവനെ വണങ്ങുമ്പോൾ അത് 33 കോടി ദേവതകളെയും വണങ്ങുന്നതിന് തുല്യമാണ്. വൈശാഖ മാസം ആയതുകൊണ്ട് ഇതിന്റെ പുണ്യം ഇരട്ടിയാണ്. ഈ മാസം വിഷ്ണു ഭഗവാൻ ഭൂമിയിലുണ്ടല്ലോ ലക്ഷ്മി ദേവിക്കൊപ്പം. അതുകൊണ്ട് ഹരിഹര പുണ്യം ഒന്നിച്ച് ലഭിക്കുന്ന അപൂർവ നിമിഷവും കൂടിയാണിത്. സർവ്വദോഷങ്ങളും നീക്കുന്ന പ്രദോഷ സമയത്ത് ഭസ്മധാരണത്തോടെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ കൈലാസത്തിലെത്തി ദേവതാഗണങ്ങളോടൊപ്പം സത്സംഗത്തിൽ പങ്കെടുത്ത സായുജ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവപാർവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ പ്രദോഷ വ്രതം പൂർണ്ണ ഭക്തിയോടെ എടുത്താൽ സർവ്വ പാപവും നശിക്കും, ദാരിദ്ര്യ ദുഃഖം ശമിക്കും, കടബാധിതകളിൽ നിന്ന് കരകയറാൻ സാധിക്കും, ഇഷ്ടവിവാഹഭാഗ്യം ലഭിക്കും, സന്താന സൗഭാഗ്യമുണ്ടാവും, തൊഴിലിൽ ഉന്നതി. അമ്മമാർ പ്രദോഷവ്രതം നോൽക്കുന്നത് വഴി മക്കൾക്ക് സർവ്വ ഐശ്വര്യമാണ് ലഭിക്കാൻ പോകുന്നത്. പഠനത്തിലുള്ള മടിയൊക്കെ മാറി തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഏകാഗ്രത കുറവുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതാണ് കുട്ടികളുടെ. അതുപോലെ കുടുംബത്തിൽ ശാന്തി, സമാധാനം, ശത്രുനാശം, സാമ്പത്തിക ഉയർച്ച എല്ലാം
ഈ ഒരൊറ്റ കുബേര പ്രദോഷ വ്രതം നോറ്റാൽ ഉള്ള അനുഗ്രഹങ്ങളാണ്. സൂര്യാസ്തമയത്തിന് മുൻപും പിൻപുമായിട്ട് 1.5 മണിക്കൂർ വീതമുള്ള 3 മണിക്കൂറാണ് പ്രദോഷകാലം എന്ന് പറയുന്നത്. ഈ പ്രദോഷ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾക്കൊന്ന് നോക്കി വരാം. എന്തുകൊണ്ടാണ് ഇതിനെ കുബേര പ്രദോഷം എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? വ്യാഴാഴ്ച വരുന്ന പ്രദോഷത്തിനാണ് കുബേര പ്രാധാന്യമുള്ളത്. ധനത്തിന്റെ അധിപനായ കുബേരൻ തന്റെ എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു പിടിച്ചത് ശിവഭഗവാനെ പ്രദോഷ സന്ധ്യയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്, ഭജിച്ചതുകൊണ്ടാണ്. നമ്മുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ ദോഷങ്ങൾ ഉള്ളവർക്കും ധനപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്കും ഈ മെയ് 14 കുബേര വ്രതം ഒരു മൃതസഞ്ജീവിനി പോലെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 30 വെള്ളിയാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള ഈ വ്യാഴാഴ്ച ലക്ഷ്മി കുബേര ചൈതന്യം നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ്. ഈ അതിവിശിഷ്ടമായ കുബേര വ്രതം എങ്ങനെ എടുക്കണമെന്ന് നമ്മൾക്കൊന്ന് നോക്കി വരാം. ഇത് വളരെ ലളിതമാണ്, എന്നാൽ ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. തലേ ദിവസം, അതായത് ബുധനാഴ്ച, മെയ് 13 ബുധനാഴ്ച ഒരിക്കലെടുത്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് വ്രതം ആരംഭിക്കേണ്ടത്. മെയ് 13 ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും അപര ഏകാദശി വ്രതം നോൽക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കും. അതുപോലെ നിങ്ങളിൽ പലരും ചോദിക്കാറുള്ള വലിയൊരു സംശയമാണ്, ഏകാദശി പാരണ വീടുന്ന ദിവസം തന്നെയല്ലേ പ്രദോഷവും വരുന്നത്? ഒരേ ദിവസം 2 വ്രതങ്ങൾ എങ്ങനെ എടുക്കുക എന്നത് പലപ്പോഴും ഒരു സംശയം വരാറുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ ഒട്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തെ തളർത്തുന്ന ഒന്നല്ല വ്രതങ്ങൾ എന്ന് പറയുന്നത്, മറിച്ച് മനസ്സിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതങ്ങൾ എടുക്കുക. മെയ് 14 രാവിലെ ഏകാദശി വ്രതം അവസാനിപ്പിക്കാൻ നമ്മൾ തുളസി തീർത്ഥമോ ലഘുവായ ഭക്ഷണമോ കഴിച്ചിട്ട് നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. അതിനുശേഷം സന്ധ്യാസമയത്ത് വരുന്ന ഒരു പ്രദോഷത്തിനായിട്ട് നമുക്ക് മനസ്സിനെ ഒരുക്കാവുന്നതാണ്. പ്രദോഷത്തിന് പൂർണ്ണ ഉപവാസം നിർബന്ധമില്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾക്ക് ഉച്ചയ്ക്ക് ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് വൈകുന്നേരം ശിവപൂജയിൽ നമ്മൾക്ക് പങ്കുചേരാവുന്നതാണ്. ഹരിയെയും ഹരനെയും ഒരേ ദിവസം ഭജിക്കാൻ ലഭിക്കുന്ന അപൂർവ ഭാഗ്യമായിട്ട് വേണം നിങ്ങൾ ഇതിനെ കാണാനായിട്ട് കേട്ടോ. ഈ 2 വ്രതങ്ങളും ഒന്നിച്ചു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനുള്ള ഇരട്ടി പുണ്യമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിവിശിഷ്ടമായി പ്രദോഷ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾക്ക് നോക്കി വരാം. വ്രതത്തിന് തലേ ദിവസം നമ്മൾ ഒരിക്കലാണ് എടുക്കേണ്ടത്. ഏകാദശി വ്രതം നോൽക്കുന്നവരുണ്ടെങ്കിൽ ഏകാദശി ദിവസം നമ്മൾക്ക് അരിയാഹാരം കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അരിയാഹാരം കഴിക്കേണ്ടതായിട്ടില്ല. ഏകാദശി വ്രതം എടുക്കാതെ പ്രദോഷ വ്രതം നോൽക്കുന്നവരുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾക്ക് അരിയാഹാരം കഴിക്കാവുന്നതാണ് ഒരു നേരം. രാവിലെ അപ്പോൾ പ്രഭാത ഭക്ഷണമായിട്ട് അരിഭക്ഷണം ഉൾപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏകാദശി വ്രതവും പ്രദോഷ വ്രതവും കൂടി ഒന്നിച്ചെടുക്കുന്നവരാണെങ്കിൽ ഏകാദശി വ്രതം നിങ്ങൾ സാധാരണ എങ്ങനെയാണോ എടുക്കുക അതുപോലെ തന്നെ എടുക്കുക. ആഹാരക്രമവും അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക. അതിൽ യാതൊരുവിധ മാറ്റവും വരുത്തേണ്ടതായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം നമുക്ക് പ്രദോഷ ദിവസം രാവിലെ തീർത്ഥം സേവിച്ച് പാരണ വീഴിയിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. അത്രയധികം കഠിന ഉപവാസം നമ്മൾക്ക് പ്രദോഷ വ്രതത്തിന് വേണ്ട എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം തലേ ദിവസം നമ്മൾ മത്സ്യ മാംസാദികൾ ഭക്ഷിക്കരുത്. ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. പ്രദോഷ നാൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നല്ലൊരു വസ്ത്രം, വൃത്തിയുള്ളൊരു വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ഭഗവാന് സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക. ശിവപാർവതിമാരുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങളെല്ലാം സമർപ്പിക്കുക. ഭഗവാൻ ഈ ഒരു സമയത്ത് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഇനി പ്രദോഷ നാൾ പൂർണ്ണ ഉപവാസം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അന്ന് രാവിലെയും വൈകിട്ടും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭസ്മം ധരിച്ച്, ഭസ്മധാരണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ദിവസം മുഴുവൻ, ഈ പ്രദോഷ ദിവസം മുഴുവൻ നമ്മുടെ തിരുനെറ്റിയിൽ ഭസ്മം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഇനി അന്ന ദിവസം എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ വ്രതം എടുത്തുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ ഓം നമഃശിവായ മന്ത്രം കുറഞ്ഞത് 108 തവണ ജപിക്കണം. ശങ്കര ധ്യാനപ്രകാരം ശിവ പഞ്ചാക്ഷരി സ്തോത്രം, ശിവസഹസ്രനാമം, ശിവാഷ്ടകം, ശിവപുരാണം തുടങ്ങിയവയും ചൊല്ലാവുന്നതാണ്. അന്നേ ദിവസം മുഴുവൻ ഭഗവാന്റെ നാമങ്ങള് നാവിലും മനസ്സിലും നിറയണം. ശിവ പഞ്ചാക്ഷരി സ്തോത്രം അർത്ഥം മനസ്സിലാക്കി ഭഗവത് രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാവണം ജപിക്കേണ്ടത് കേട്ടോ. ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവര് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ കൂവളത്തിലയാൽ അർച്ചന, മാല, എണ്ണ, ജലധാര എന്നീ വഴിപാടുകൾ നടത്തുന്നത് വിശേഷ ഫലമാണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരാൻ പോകുന്നത്. അതുപോലെ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ്. പ്രദോഷ പൂജ, അഭിഷേകം തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുക്കാം നമ്മൾക്ക്. ആ ഒരു സമയത്ത് അഭിഷേകത്തിന് പാൽ, കരിക്ക്, പനിനീർ, കൂവളമാല എന്നിവ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ട് ഈ ഒരു സമയം നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കരിക്ക് നേദിച്ച് പ്രദോഷ പൂജയിൽ നമ്മൾക്ക് പങ്കെടുക്കാം.
പ്രദോഷവ്രത സമയത്ത് നന്ദികേശന് പ്രത്യേക വഴിപാട് നടത്തുന്നത് ശിവനെ സംതൃപ്തപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനായി വ്രതമെടുക്കുന്നവര് ഒരു കൈപ്പിടി കറുക, വഹിനിയില, ഒരു പിടി അരി, ശർക്കര എന്നിവ നന്ദിദേവന് സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വകാര്യ വിഘ്നങ്ങൾ അകലുകയും കൂടാതെ ഇതിലൂടെ ശനിദോഷത്തിന്റെ കാഠിന്യം കുറയും എന്നുമാണ് വിശ്വാസം. അതുപോലെ തന്നെ പകൽ ഉറക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പ്രദോഷ സന്ധ്യാസമയമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. വൈകുന്നേരം 4:30 മുതൽ 7:30 വരെയുള്ള സമയം. ഈ സമയത്ത് ശിവഗായത്രി മന്ത്രവും ജപിക്കുന്നത് വളരെയധികം ഐശ്വര്യമാണ്. അങ്ങനെ ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും നിവേദ്യം വാങ്ങി നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് ഉപവാസം പൂർത്തീകരിക്കാം. പിറ്റേന്ന് രാവിലെ തീർത്ഥം സേവിച്ചും ഉപവാസം പൂർത്തീകരിക്കാവുന്നതാണ്. വ്രതം നോൽക്കുന്നവർ ഫലമൂലാദികൾ ദാനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. മാസം തോറും ഒരു പ്രദോഷമെങ്കിലും എടുക്കുന്നതിലൂടെ ദുരിത ശമനം എന്ന് പറയുന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കൃഷ്ണപക്ഷ പ്രദോഷം എടുക്കുകയാണെങ്കിൽ സർവ്വവിധ ദോഷങ്ങളും സർവ്വവിധ ദുഃഖങ്ങളും സർവ്വവിധ ദാരിദ്ര്യ ദുഃഖങ്ങളും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി ശിവപാർവതിമാരെയും കുബേരനെയും നമ്മൾക്ക് ഈ ഒരു കുബേര പ്രദോഷ വ്രത ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ്. അന്ന് രേവതി നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ രേവതി വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഈ ദിവസം വളരെ നല്ലതാണ്. അങ്ങനെ വൈശാഖ മാസത്തിന്റെ ഈ സമാപ്തി സമയം ആഗതമാകുന്ന അതിവിശിഷ്ടമായ ഈ കുബേര പ്രദോഷ വ്രതം എടുക്കാൻ അമ്മമാർ ആരും തന്നെ മടി കാണിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും അമ്മമാരുടെ മനസ്സിനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങൾക്കുമുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ്, മാർഗമാണ് ഈ കുബേര പ്രദോഷ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ സാക്ഷാൽ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഒപ്പം തന്നെ വിഘ്നേശ്വരന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും കുബേരദേവന്റെയും വൈശാഖ മാസത്തിന്റെ പുണ്യതയിൽ നമ്മുടെ സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് കാണാം. നന്ദി, നമസ്കാരം.